ഡൽഹിയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അവിടെ ബി.ജെ.പിയും എ.എ.പിയും കോൺഗ്രസും മുഖാമുഖം മത്സരിക്കുകയാണ്. എന്നാൽ ഇതിൽ വിജയസാധ്യത ആർക്കാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ബി.ജെ.പിയെ വിജയിപ്പിക്കും എന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. കാരണങ്ങൾ നിരവധിയാണ്. 1998 മുതൽ 3 തവണ കോൺഗ്രസ്സാണ് ഡൽഹി ഭരിച്ചിരുന്നത്. 3 തവണ തുടർച്ചയായി ഭരിച്ചു. എന്നാൽ തൊട്ടടുത്ത വർഷം, അതായത് 2015 എ.എ.പി രംഗത്ത് വരുന്നു. എ.എ.പി മത്സരിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഉള്ള 70 സീറ്റുകളിൽ 67 സീറ്റുകളും എ.എ.പിക്ക് ലഭിക്കുന്നു. അതായത് കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ വർഷം, അതായത് ഇക്കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിൻ്റെ പാർട്ടി 70 സീറ്റിലും മത്സരിക്കുന്നു. 62 സീറ്റുകൾ കിട്ടുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ കിട്ടിയ വോട്ട് ഷെയർ വെറും 4.63%. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസിനൊരു സിംഗിൾ എം.എൽ.എ പോലും അവിടെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, കോൺഗ്രസിൻ്റെ പശ്ചാത്തലം. ബി.ജെ.പി ആണെങ്കിൽ അവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എ.എ.പിയെ എങ്ങനെയൊക്കെ സമ്മർദ്ദത്തിലാക്കാം, കള്ളക്കേസാണെങ്കിലും ഏത് കേസാണെങ്കിലും കേജ്രിവാളിനെ വരെ ജയിലിലടയ്ക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനും അല്ലെങ്കിൽ സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി അതിഷിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാകുമ്പോൾ ഡൽഹിയിൽ വരിക. അതിഷി പറയുന്നത് ഞാനൊരു താൽക്കാലിക മുഖ്യമന്ത്രി മാത്രമാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വീണ്ടും കേജ്രിവാൾ തന്നെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ എ.എ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരുന്നു പ്രചരണ രംഗത്ത്. ഇത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. ഇനി കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എ.എ.പി. അതായത് ദേശീയ മുന്നണിയുടെ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ 28ലധികം പാർട്ടികളുള്ള മുന്നണിയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് എ.എ.പി. അപ്പോൾ എ.എ.പിയുടെ അവിടെ മുന്നണിയായിട്ട് മത്സരിക്കാതെ സ്വതന്ത്രമായിട്ടാണ് 2 പാർട്ടികളും മത്സരിക്കുന്നത്. മറ്റ് ചെറു കക്ഷികളൊക്കെ ഉണ്ടെങ്കിലും അത്ര വലിയ സാന്നിധ്യം ഇല്ല. ഇടത് പാർട്ടികളോ അല്ലെങ്കിൽ ബി.എസ്.പി എല്ലാ സ്ഥലത്തും ആളെ നിർത്തും. പക്ഷേ ബി.എസ്.പിക്ക് ഇന്ത്യ മുന്നണിയുമായി ഒരു ചായ്വില്ല. അതുപോലെ തന്നെ ഇടത് പാർട്ടികളും ചെറിയ കക്ഷികളും ഉണ്ടെങ്കിലും അവരൊന്നും എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്ത് സജീവമാകുന്നുമില്ല. പ്രധാനമായും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബി.ജെ.പി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ഈ 3 പാർട്ടികളാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം നേരിടുന്നത്. അതിനകത്ത് ഓൾറെഡി ആം ആദ്മി പാർട്ടി 70 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആണെങ്കിലോ 48 സീറ്റുകളിൽ മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇന്നലെയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം. ഫെബ്രുവരി 5-നാണ് തെരഞ്ഞെടുപ്പ്. ഫെബ്രുവരി 15-നാണ് അതിഷി സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നത്. അതിനു മുന്നേ തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചിട്ടവട്ടങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി 5-ന് തെരഞ്ഞെടുപ്പ് വച്ചിരിക്കുന്നത്. ബി.ജെ.പി ആകട്ടെ വെറും 29 സീറ്റുകളിൽ മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെയാണ് പറയുന്നത്? കോൺഗ്രസ് നേതാക്കൾ അജയ് മാക്കാൻ അറിയാം, മലയാളികൾക്ക് സുപരിചിതനായ അജയ് മാക്കാൻ. അദ്ദേഹം എ.ഐ.സി.സിയുടെ ട്രഷററാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേജ്രിവാളിനെതിരെ പറഞ്ഞ ദേശവിരുദ്ധനും അതുപോലെ തന്നെ അഴിമതിക്കാരനുമെന്നാണ്, തട്ടിപ്പുകാരനുമാണ് അരവിന്ദ് കേജ്രിവാൾ എന്നായിരുന്നു അജയ് മാക്കൻ്റെ പ്രതികരണം. ഇത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക്, ശിവസേന, താക്കറെ വിഭാഗത്തിൻ്റെ നേതാക്കൾക്കുൾപ്പെടെ അതൃപ്തി ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുമിച്ച് മത്സരിക്കേണ്ട ആളുകളാണ് ഈ കേജ്രിവാളിൻ്റെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഒരുമിച്ച് മത്സരിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് ബി.ജെ.പിയെ നേരിടേണ്ടവരാണ്. അപ്പോഴാണ് അജയ് മാക്കൻ കേജ്രിവാളിനെ ദേശവിരുദ്ധനെന്നും തട്ടിപ്പുകാരനെന്നും മുദ്രകുത്തി അധിക്ഷേപം ഉന്നയിക്കുന്നത്. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും അത്ര സുഖിച്ചിട്ടില്ല. അതുപോലെ തന്നെ അജയ് മാക്കൻ മാത്രമല്ല, പല നേതാക്കളും ഇലക്ഷൻ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡൽഹിയിലെ കാര്യസാധ്യത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിയെയും പ്രത്യേകിച്ച് അരവിന്ദ് കേജ്രിവാളിനെയും രൂക്ഷമായി കടന്നാക്രമിക്കുന്നുണ്ട്. ഇത് ഇന്ത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കേജ്രിവാളിനെതിരെ മത്സരിക്കുന്നതാകട്ടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് സന്ദീപ് ദീക്ഷിതാണ് കേജ്രിവാളിനെതിരെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിഷിയുടെ എതിരാളി അൽകെ ലാംബ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവാണ്. അപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ തന്നെ എ.എ.പിയുടെ മുതിർന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ നിലവിലെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പാർട്ടി ചെയർമാനായ കേജ്രിവാളിനെതിരെ മത്സര രംഗത്ത് വരുന്നതിനെയും ഇന്ത്യ മുന്നണിയിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ എ.എ.പി 70 സീറ്റുകളിലും പ്രചരണം ശക്തമാക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഭരണം കിട്ടണം, തുടർ ഭരണം വേണമെന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ എ.എ.പി നേതാക്കളെ കടന്നാക്രമിച്ച് ഇന്ത്യ സഖ്യത്തെ ദുർബലമാക്കി, അല്ലെങ്കിൽ മത്സരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, മത്സരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ അധിക്ഷേപങ്ങൾ കേജ്രിവാളിനെതിരെ ഉയർത്തുന്നതിന് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡും
അജയ് മാക്കാനോടൊക്കെ എന്താണ് അച്ചടക്കം കുറച്ചുകൂടി പാലിക്കണം, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, അതായത് അജയ് മാക്കാൻ്റെ ലെവലിലാണ് കോൺഗ്രസ് ഡൽഹിയിൽ പ്രചരണം ശക്തമാക്കുന്നതെങ്കിൽ അവിടെ ഡൽഹിയിൽ താമര വിരിയിക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കലാകും കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതുവരെ വിലയിരുത്തുന്നത്. ഖാദറിക്കാട് ഫേവറേറ്റ് പാല്. കിഡ്സ് കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, യെസ്, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീല പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാല് പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോൾ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.